അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച അത്ഭുത ദൃഷ്ടാന്തങ്ങളെ നിസ്സാരമാക്കി നിന്ദിക്കാനുള്ള ഫിർഔന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആയത്തിൽ മൂസാ നബിയെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം മാരണത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് ഫിറൗൻ പറഞ്ഞത്. എന്നാൽ മൂസാ നബി കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് മാജിക്കിലൂടെയോ മാരണത്തിലൂടെയോ കാണിക്കാൻ സാധിക്കുകയില്ല എന്നും അത് അമാനുഷികമായ ഒരു ശക്തിയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഫിർഔൻ അടക്കം എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന കാര്യമാണെന്നും അത് അംഗീകരിക്കാത്ത ഫിർഔൻ മഹാനാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മൂസാ നബി ഫിർഔനോട് തിരിച്ചു പറയുന്നതാണ് എന്ന് പഠിക്കുന്ന 102, 103 ആയത്തുകളിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, അള്ളാഹു അവതരിപ്പിച്ച അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി മാരണം ചെയ്തു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔൻ ആ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ആഭിചാരക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ അവഹേളിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഫിർഔനോട് മൂസാ നബി പറയുകയാണ്, ലഖദ് അലിംത, നിനക്ക് നന്നായി അറിയാം. ഫിർഔനെ നിനക്ക് നന്നായി അറിയാം. എന്ത്? മാ അൻസല ഹൗലഇ, ഇതൊക്കെയും അവതരിപ്പിച്ചിട്ടില്ല, ഈ ദൃഷ്ടാന്തങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല, ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ബസായിറ, ഉൾക്കാഴ്ച നൽകുന്ന, തനിക്കടക്കമുള്ള മനുഷ്യർക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത് അല്ലാഹുവാണെന്ന് ഫിർഔനെ നിനക്കറിയാം. പക്ഷേ നീ അതിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാതെ, ഒരു ഉൾക്കാഴ്ചയും ലഭിക്കാതെ അതിനെ നീ അവഗണിക്കുകയും എന്നെ പരിഹസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വഇന്നീല അളുന്നുക യാ ഫിർഔനു മസ്ബൂറ, ഓ ഫിർഔൻ, നീ വലിയ നാശത്തിലേക്ക് ആപതിക്കുകയാണെന്ന് തീർച്ചയായും ഞാൻ കരുതുകയും ചെയ്യുന്നു. മസ്ബൂറ എന്ന് പറഞ്ഞാൽ സുബൂർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. നാശം എന്നാണ് സുബൂർ എന്നതിനർത്ഥം. മസ്ബൂറ എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നവൻ. ഇന്നീല അളുന്നുകയാ മൂസ മസ്ഹൂറ, മൂസേ, നീ ആഭിചാരത്തിന്റെ ആളായി മാറിയിരിക്കുന്നു എന്ന് തീർച്ചയായും ഞാൻ കരുതുന്നു എന്ന് കഴിഞ്ഞ ആയത്തിൽ മൂസാ നബിയെ അവഹേളിച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞതിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് അതേ ശൈലിയിൽ മൂസാ നബി. നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും ഉൾക്കാഴ്ച ലഭിക്കുവാനുള്ള വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ട് നീ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂസാ നബിയുടെ ഈ മറുപടി കൃത്യവും വ്യക്തവുമായിരുന്നു എന്നതുകൊണ്ട് ഇനി തന്ത്രങ്ങളൊന്നും പയറ്റിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഫിർഔൻ പിന്നെ അധികാരശക്തി ഉപയോഗിച്ച് മൂസാ നബിയെയും സത്യവിശ്വാസികളെയും ഈജിപ്തിൽ നിന്ന് അവരെ ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചിട്ടും വിജയിക്കാതെ വരുമ്പോൾ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അധികാര സൈനിക ശക്തി ഉപയോഗിക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ ഫഅറാദ, അപ്പോൾ അവൻ ഉദ്ദേശിച്ചു, ഫിർഔൻ തീരുമാനിച്ചു, അൻ യസ്തഫിസ്സഹും, അവരെ ഇളക്കിവിടാൻ, മൂസാ നബിയെയും കൂടെയുള്ളവരെയും പറിച്ചെറിയാൻ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് അവരെ ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്യാൻ ഫിർഔൻ തീരുമാനിച്ചു. മിനൽ അർലി, ഭൂമിയിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് എന്നർത്ഥം. വിവിധ ചരിത്രങ്ങൾ പറയുമ്പോൾ ഏതൊരു നാട്ടിലാണോ ആ ചരിത്ര സംഭവം നടക്കുന്നത് ആ നാടിനെ ഉദ്ദേശിച്ചുകൊണ്ട് അൽ അർൾ, ആ ഭൂമി എന്ന് ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്തിനെയും മക്കയെയും ഒക്കെ ഉദ്ദേശിച്ച് ആ നാട്ടിൽ നടക്കുന്ന ചരിത്രം പറയുമ്പോൾ അൽ അർള് എന്ന് പറയും. ഇവിടെ ഈജിപ്തിൽ നിന്ന് പ്രവാചകനെയും സത്യവിശ്വാസികളെയും പുറത്താക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ സൂറത്തിൽ തന്നെ ഇതിനു മുമ്പ് നാം പഠിച്ച 76-ാമത്തെ ആയത്തിൽ ഇതേ രൂപത്തിലുള്ള പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും മക്കയിൽ നിന്ന് പുറത്താക്കാൻ ഖുറൈശികൾ ശ്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വഇൻ കാദു ലയസ്തഫിസ്സൂനക മിനൽ അർളി എന്നാണ് അവിടെ പറഞ്ഞത്. പ്രവാചകനെയും സത്യവിശ്വാസികളെയും പുറത്താക്കിക്കൊണ്ട് ആ നാട്ടിൽ തങ്ങൾക്ക് സ്വൈരമായി സുഖമായി വിഹരിക്കാമെന്നാണ് മക്കയിലെ സത്യനിഷേധികൾ ആഗ്രഹിച്ചത്. അത് അള്ളാഹു അനുവദിക്കില്ല എന്ന് അവിടെ തന്നെ 76-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ മൂസാ നബിയെയും വിശ്വാസികളെയും ഈജിപ്തിൽ നിന്ന് ഇല്ലാതാക്കിയാൽ പിന്നെ അവരുടെ ശല്യമുണ്ടാവില്ല എന്നാണ് ഫിർഔനും കരുതിയത്. ഫഅഗ്റഖ്നാഹു, അപ്പോൾ അള്ളാഹു അവനെ മുക്കിക്കളഞ്ഞു. വമൻ മഅഹു ജമീഅൻ, അവൻ്റെ കൂടെയുള്ള എല്ലാവരെയും.
അവനെയും കൂട്ടാളികളെയും അള്ളാഹു ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതും അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. ആ ദൃഷ്ടാന്തത്തിന് മുമ്പിൽ ഫിർഔന്റെ തന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല. അവൻ കീഴടങ്ങി. മൂസയുടെയും ഹാറൂന്റെയും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചെങ്കടലിൽ മുങ്ങിത്താവുമ്പോൾ അവൻ പ്രഖ്യാപിച്ചു. പക്ഷേ സമയം വൈകി. ഇനി രക്ഷയില്ല എന്ന് കാണുമ്പോഴല്ല വിശ്വസിക്കേണ്ടത്. നിനക്കുള്ള അവസരങ്ങൾ കഴിഞ്ഞുപോയി, അതൊക്കെയും നീ നഷ്ടപ്പെടുത്തി എന്ന് അറിയിച്ചുകൊണ്ട് അവനെയും കൂട്ടാളികളെയും അള്ളാഹു ചെങ്കടലിൽ മുക്കുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷ ലഭിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.